ും ഇനി ഹോട്ടായിട്ട് വേണമെങ്കിൽ അതൊക്കെ ഉണ്ട് കയ്യിൽ, എന്താ വേണ്ടു വെച്ചാൽ ആവാന്ന് ആരോട് പറഞ്ഞു, ഒരു ശുശ്രൂഷ പറഞ്ഞ്. അപ്പൊ ഹനുമാൻ എന്താ നമ്മളാച്ചാലോ, നേരല്ല തന്നോളൂ സഞ്ചിയിലിട്ട് കൊണ്ടുപോയിക്കോളാന്ന്. എന്ത് നമ്മളാരെയും നിരാശപ്പെടുത്തില്ലല്ലോ, അങ്ങനെയൊന്നും ആര് പറഞ്ഞില്ല. ഹനുമാൻ എന്താ പറഞ്ഞെന്നറിയോ? എന്താ ഈ പറയുന്നത്, പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്ന, അതൊന്നും പതിവില്ല നമുക്ക്. എന്താ ഈ വഴിയിൽ തട്ടടയുന്ന ആഹാരം കഴിക്കേ? എന്തിനാ, ഞാൻ രാമകാര്യാർത്ഥമായി. എന്തിനാ പോണത്? രാമകാര്യത്തിന് പോകുമ്പം പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും അതൊന്നും പതിവില്ലാത്തതാണ്. അതുകൊണ്ട് ഈ വഴിയിലെ ആഹാരം ഒന്നും കഴിക്കില്ല. ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ തിരിച്ചു വരുമ്പം ഇവിടെ എന്തെച്ചാ വേണമെങ്കിൽ ലേശം തിരിയൊക്കെ അങ്ങേ സന്തോഷിപ്പിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കാം. അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഞാൻ കാര്യത്തിന് പോവുകയാണേ. അപ്പം മൈനാകം പറഞ്ഞു, വല്ലാത്ത ജാതി, എന്ത് നമ്മളൊക്കെ അഞ്ചൊരു കാപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കിടക്കുക ചെയ്യാവോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ മതി, എന്നാലും വല്ലാണ്ട് വിശ്രമിക്കും, അത്രയ്ക്ക് ക്ഷീണാണേ. ഇവിടെ എന്താ എന്തൊരു കഥയല്ലേ. അമ്പോ യോജനാനാം ശതം ശ്രീമാൻ തീർത്വാപ്യുത്തമ വിക്രമ നോക്കൂ, അങ്ങനെ പോന്നു 100 യോജന കടലിന്റെ വീതി വിസ്താരം ആര് കയറി പോന്നു? എത്ര വേഗാ പോകുന്നത്, അതല്ലേ ഉണ്ടായത്. അങ്ങനെ പോന്ന് എത്തിപ്പെട്ട എവിടെ എത്തി? സദസ്മിന്നചലേതിഷ്ഠൻ വനാനി ഉപവനാനി ച. പോന്ന് ലങ്കയിലെത്തി, നേരെ പോന്നു. എവിടെ എത്തി? ലങ്കയിലേക്ക് പ്രവേശിക്കണേ. സ നഗാഗ്രേ സ്ഥിതാം ലങ്കാം ദദരിശ പവനാത്മജ. ആ ത്രികൂടം എന്ന പേരായ പർവ്വതത്തിന്, ഈ ത്രികൂടാണ് നമ്മുടെ ഇന്നത്തെ ട്രിങ്കോമാലി. എന്താണ് കേട്ടിട്ടുണ്ടോ? ശ്രീലങ്കയിലെ ട്രിങ്കോമാലി എന്ന് കേട്ടിട്ടില്ലേ? ത്രിങ്കോമാലി പറഞ്ഞ ത്രികൂടാണ്. ത്രികൂട പർവ്വതത്തിന്റെ മുകളിലാണ് ലങ്ക. ഇപ്പോഴും അവിടെ തന്നെയാണ് ലങ്കയുടെ സ്ഥാനേ. അപ്പൊ അവിടെ ചെന്നപ്പോ ഒന്നും പറയണ്ട, എന്തേ ചാടി ഏതാണ്ട് എത്താറായപ്പോ എന്ത് കണ്ടു? ലങ്കയുടെ ആ കുന്നിന്റെ മുകളിൽ ഇരിക്കുന്ന ലങ്ക കണ്ടു. വൃക്ഷങ്ങള്, പലജാതി വള്ളികളൊക്കെ വളരെ കേമായ ലങ്ക ആകാശദേശത്ത് ഇങ്ങനെ കണ്ടു. ഏതുപോലെയെന്നറിയോ? ദദരിശ സ കപിശ്രേഷ്ഠ പുരം ആകാശകം യഥാ. ആകാശത്ത് തൂക്കിയിട്ട മാതിരി എന്ത് കണ്ടു എന്നാ പറഞ്ഞത്? എന്നുവെച്ചാൽ എന്താർത്ഥം? കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുമ്പോഴേ ആ ആകാശത്ത് തൂക്കിയിട്ട തൂക്കുകളൊക്കെ പോലെയാ കണ്ടത്. അങ്ങനെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറയുകയും ചെയ്തു, അമ്പോ വല്ലാത്ത ജാതിയ, വെറുതെ അല്ലട്ടത് കീഴടക്കലെ ബുദ്ധിമുട്ട് തന്നെയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് വൈകുന്നേരമായപ്പോഴാണ് സൂര്യാസ്ത അങ്ങനെയല്ലേ, ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതോ ചാരുലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും. അതങ്ങനെ തന്നെ എവിടെയും. എന്താ ചരമഗിരി ശിരസി, എവിടെ? ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതോ ചാരുലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും. സൂര്യൻ പടിഞ്ഞാറേ ഭാഗത്ത് അസ്തമയ പർവ്വതത്തേക്കും പ്രവേശിച്ചു. നമ്മുടെ ഹനുമാൻ ലങ്കയിലേക്കും വൈകുന്നേരത്തോടു കൂടി ലങ്കയിലെത്തിയപ്പോഴാ ചിന്തിച്ചത്, കേനോപായേന പശ്യേയം മൈഥിലീം ജനകാത്മജാമദൃഷ്ടോ രാക്ഷസേന്ദ്രേണ രാവണേന ദുരാത്മന ന വിനശ്യേത കഥം. എങ്ങനെ സീതയെ കണ്ടുപിടിക്കുക? രാവണൻ കാണാനും വയ്യ. രാവണൻ കാണാതെ ആരെ കാണും വേണം? സീതയെ കാണും വേണം. സീതയെ മുമ്പ് കണ്ടിട്ടുമില്ല, എവിടെ ഇരിക്കണമെന്ന് രൂപവും ഇല്ല. എന്ത് ചെയ്യും? അയ്യോ, അതെന്ന വിനശ്യേത കഥം. കാര്യം വന്ന കാര്യം മോശാവാതെ പോവും വേണം, കാര്യം നടത്തും വേണം. രാമസ്യ വിദിതാത്മന, രാമൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് എന്ത് തന്നോട്. അപ്പൊ അത് ചെയ്യാതെ പോലും മോശമാണ്. എന്താപ്പ ചെയ്യുക? ഇങ്ങനെ ആലോചിച്ചു. അതല്ലേ ഉണ്ടായത്. ന വിനശ്യേൽ കഥം കാര്യം വൈക്ലബ്യം ന കഥം ഭവേ ലംഘനം ച സമുദ്രസ്യ കഥം ന വിധാ ഭവേൽ. ബുദ്ധിമുട്ടി കടല് ചാടിയത് വെറുതെ ആയിന്ന് വരരുത്. എളുപ്പത്തിലല്ല അപ്പം അങ്ങോട്ട് ചാടിയതേ, കുറച്ച് ബുദ്ധിമുട്ടി ചാടിയ വന്നല്ലേ, അതുണ്ടാവരുത്. അപ്പൊ അങ്ങനെ നോക്കി ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ആര് വന്നത്? ഹനുമാൻ വരുന്ന വഴിക്ക് ചിന്തിക്കേണ്ട, അവിടെ ചെന്ന എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, കയറി കിടക്കേണ്ടത്, രാവണൻ കാണാതെ നോക്കേണ്ടത്, സീതയെ കാണേണ്ടത്, വിവരം അറിയേണ്ടത് ഒക്കെ. അപ്പോഴൊക്കെ എന്തേ സൂര്യേജാസ്തം ഗതേ രാത്രൗ ദേഹം സംഖ്യപ്യ മാരുതി. എന്താ ചെയ്തു വെച്ചോ? ഏതാണ്ട് സന്ധ്യ ആയ സമയത്ത് ഹനുമാൻ മാരുതി ഹനുമാൻ പൃഷദംശകമാത്ര സൻ ബഭൂവഭൂതദർശന. ശരീരം അങ്ങോട്ട് ചെറുതാക്കിയിട്ടേ ഒരു പൂച്ചയുടെ മട്ടാക്കി. ജനാലയുടെ അഴി കിടക്കണം, അതാ നല്ലത്. എന്ത് പൂച്ചയില്ലേ, പൃഷദംശം പൂച്ചയുടെ, അതായത് വലിയ സ്വരൂപമൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു പൂച്ചയുടെ ആകൃതിക്ക് ശരീരം അങ്ങോട്ട് ചെറുതാക്കിയിട്ട് സകല ദിക്കിലും അപ്പോൾ വലിയ മാളികയും കെട്ടും 8 കെട്ടും 4 കെട്ടും 16 കെട്ടും അതിൻ്റെ മാളിക 3 നിലയും 4 നിലയും കൊട്ടാരങ്ങൾ വെള്ളപൂശി. ഇത് കേമാണേ, എല്ലാ ദിക്കിലും അങ്ങനെ ഇല്ലേ, പല ജാതി വിസ്താരമുണ്ട്. അപ്പം ലങ്ക എന്ന് പറഞ്ഞതിലേക്ക് കടക്കണ്ടേ, ലങ്ക കൊട്ടാരത്തിലേക്ക്, ലങ്കയുടെ കോട്ടയിലേക്ക് കയറാനായിട്ട് ഹനുമാൻ ഈ പൂച്ചയുടെ ജാതി വലുപ്പത്തിൽ അങ്ങോട്ട് കയറി വന്ന സമയത്ത് അവിടെ ഈ ഗോപുരത്തിൽ ഒരുത്തി നിൽക്കണുണ്ട്. ആരാന്നറിയോ? ലങ്കാശ്രീ. ആരാത്?
നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ലങ്കാലക്ഷ്മി, ലങ്കയുടെ ഐശ്വര്യം നിൽക്കണ്ടേ കാവൽക്കാരി. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞത് കണ്ടപ്പോൾ ഇവളെന്ത് ചെയ്തു? ഇവള് പാറാവുകാരിയാണല്ലോ, ഇവള് തടസ്സം ചെയ്തു, പോകാൻ പാടില്ല എന്നും പറഞ്ഞു. പക്ഷെ ഞാനൊരു പൂച്ചയോ ചെറിയ കുട്ടിക്കോ അങ്ങോട്ട് എന്തിനാ വെറുതെ എന്നെ പിടിക്കുന്നത്? കുരങ്ങന്മാരെല്ലാ ദിക്കലും ചാടിപ്പോവും. അതിനെവിടെ ആധാർ കാർഡ് ആരും? ഏതെങ്കിലും കുരങ്ങനെ ഏതെങ്കിലും പറമ്പിക്ക് പോകുമ്പോൾ ആധാർ കാർഡൊക്കെ ആയിട്ട് തിരിച്ചറിയ കാർഡ് കൊണ്ടുവരാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കണം? ഞാനൊരു ചെറിയ കുട്ടിക്കുരങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയിക്കോട്ടെ. ഇവള് പറഞ്ഞു പാടില്ല എന്നും പറഞ്ഞു. ഹനുമാനെന്ന് നോക്കി, വെറുതെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം, വെറുതെ പാടില്ല, ഇവിടുന്ന് പോകാൻ പാടില്ല, എൻ്റെ നിയമാണത് എന്നൊക്കെ ആര് പറഞ്ഞു? ഈ ലങ്കാലക്ഷ്മി പിന്നെയും പറഞ്ഞു. ഒടുക്കം ഹനുമാൻ നല്ലോണം പറഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് പോയിക്കോട്ടെ. ഒരു കുരങ്ങനാണ് ഞാൻ, വേറെ എന്ത് മനുഷ്യനാച്ചാൽ തിരക്കാറില്ല, രാക്ഷസനാ ദേവനാച്ചാൽ തിരക്കാറില്ല, കുരങ്ങനാണേ, പോയിക്കോട്ടെ ചോദിച്ചു. ഇവിടെ കുരങ്ങന്മാർക്ക് പോകാൻ പറ്റില്ല പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോഴത്തെ അഹമ്മതി എന്തോ പറഞ്ഞിട്ട് ഇവൾക്കൊരു അഹമ്മതി. ആർക്ക്? പിന്നെ അല്ല തിരിഞ്ഞങ്ങോട്ട് കൈ ഇങ്ങോട്ട് പറിച്ചിട്ട് പടക്കാൻ നിന്ന് അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? ലങ്കാലക്ഷ്മിക്ക്. ലങ്കാലക്ഷ്മി പറഞ്ഞു വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. എന്ത് അസലായത്, കിട്ടണ്ടെങ്കിൽ കിട്ടിയെന്ന്, ഗംഭീരട്ടോ എന്നും പറഞ്ഞു. ലങ്കാലക്ഷ്മി തൊഴുതു, ബാഗെടുത്തു, കൊടയെടുത്തു, പെട്ടിയെടുത്തു, പച്ച സാരി എടുത്തു, പച്ച ചെരുപ്പ്, പച്ചക്കൊട, പച്ചമാല, പച്ചവള, പച്ച ബാഗ്. അരി പോയി ഓട്ടോറിക്ഷയ്ക്ക് 30 ഉറുപ്പ്യ എടുത്ത് ലങ്കാലക്ഷ്മി പോയി. എന്താ അങ്ങനെയെന്നോ? അതെന്താ വെച്ചുണ്ടോ, ലങ്കാലക്ഷ്മിയുടെ ചരിത്രം ഉണ്ട്. ഇവിടെ ഒന്നും വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. അതിന് ചരിത്രം ഉണ്ട് അത്ര ലങ്കാലക്ഷ്മിക്ക്. പണ്ട് ഈ ലങ്കാലക്ഷ്മി എന്നല്ല അവളുടെ പേര്, വിജയലക്ഷ്മി എന്നായിരുന്നു പേര്. ബ്രഹ്മാവിൻ്റെ ആഫീസിലെ ട്രഷറിയിലായിരുന്നു ആർക്ക് ജോലി. അവിടെ ട്രഷറിയുടെ ആയിരുന്നു ഈ വിജയലക്ഷ്മി. വിജയലക്ഷ്മി അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? തിരിമറി. എന്ത് മറി? അങ്ങനെയൊക്കെ നടത്തി. ട്രഷറിയിൽ പണം അങ്ങനെ വരുമല്ലോ, അത് തിരിമറിയൊക്കെ നടത്തി. പെട്ടെന്ന് ഒരു ദിവസം ഓഡിറ്റർമാർ വന്നപ്പോഴാണ് മനസ്സിലായത് തിരിമറി കാണാനില്ല, 12 കോടി കാണാനില്ല. തിരിഞ്ഞു കുത്തി വന്നപ്പോൾ എവിടെ എത്തി? ഇപ്പം ലങ്കാലക്ഷ്മിയോട് ചോദിച്ചു എന്ത് ഒരക്ഷരം നേരെയാവില്ല ബബ്ബബയല്ലാതെ. ഒട്ടനെ എന്ത് ചെയ്തു? അന്വേഷണ വിധേയമായിട്ട് ആരെ സസ്പെൻഡ് ചെയ്തു? ബ്രഹ്മാവ് സസ്പെൻഡ് ചെയ്തു. പറഞ്ഞു നിനക്ക് ഈ പണിക്കൊക്കെ പറ്റിയൊരു ആഫീസിലേക്ക് തന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറഞ്ഞു. എന്ത് ചെയ്തു? അങ്ങനെ ട്രാൻസ്ഫർ കൊടുത്തതാണ് നമ്മുടെ ലങ്കയിലേക്ക്. അവിടെ ഇതൊക്കെ പതിവുണ്ട്, ഏത് പറ്റിയ പണിയാണ്, അതുകൊണ്ട് അവിടെ സൗകര്യമായിട്ട് പണിയൊക്കെ ചെയ്യാം. ഇവിടെ പറ്റില്ല. അങ്ങനെ ഇവളെ തരം താഴ്ത്തിയതാണ് അവിടേക്ക്. അപ്പോൾ ലങ്കയിലേക്ക് തരം താഴ്ത്താൻ പറഞ്ഞു. എങ്ങനെ ഇടുക്കിക്കുമ്പോൾ ഇല്ല ഒക്കെ വലിയ കാസർഗോട്ടേക്കൊക്കെ മാറ്റിയ വലിയ പാടാണെങ്കിൽ കുട്ടികൾ, ചെറിയ കുട്ടികളെന്ന് അമ്മ ആസ്പത്രിയിലാണ്, ഭർത്താവ് സ്കൂളിൽ പോകണുണ്ടേ, ചെറിയ കുട്ടിയാണേ. അപ്പം അതുകൊണ്ട് ഇന്നിങ്ങനെ വെറുതെ വിടണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ചീത്തത്തം ചെയ്തില്ലേ, ഒരു കാര്യം ചെയ്തോളൂ, ഒരിക്കലും ഒരു കുരങ്ങൻ്റെ കൈ കൊണ്ട് നിങ്ങൾക്ക് തല്ല് കൊള്ളു, അന്ന് നീ നന്നാവും എന്നും പറഞ്ഞു. അത് ഒരു കൂട്ടം നന്നാവാത്തൊക്കെ കുരങ്ങൻ്റെ കൈ കൊണ്ട് തല്ല് കിട്ടിയാൽ നന്നാവും. ആര് നന്നാവുമെന്ന്? ഇവളെ ഈ സ്വഭാവം മാറാനേ, കുരങ്ങൻ്റെ കൈ കൊണ്ട് തല്ല് കിട്ടിയാൽ നന്നാവും. അതല്ലാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഇവള് ലങ്കാലക്ഷ്മി പഴയ യൂണിഫോമാണ്, പച്ച സാരി ഉടുത്തവിടേക്ക് പോയി. വീണ്ടും ബ്രഹ്മാവിൻ്റെ ട്രഷറിക്ക് പോയി എന്നാണ് കഥ. അതൊന്നും ഇവിടെ ഒന്നും വിസ്തരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ട്, ഏതായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഏതായാലും ആ ലങ്കാലക്ഷ്മി മോക്ഷം വാങ്ങി പോവുകയും ചെയ്തു. ഹനുമാൻ നേരെ എങ്ങോട്ട് കയറി? ലങ്കയിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഒന്നും പറയണ്ട, നേയമാം നോക്ക് എന്താതല്ലേ നേയമന്യേന നഗരീ ശക്യാധരിഷയിതും ബലാൽ രക്ഷിത. അപ്പോൾ എന്തൊരു ജാതി പട്ടണം അത്, ഒരാൾക്കും കടന്നു കയറാനൊന്നും പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഈ കുട്ടിക്കുരങ്ങൻ്റെ വേഷം കെട്ടിയിട്ട് വന്നിട്ട് തന്നെ മറ്റോളമോ എന്തൊക്കെ ജാതി, എളുപ്പമല്ല കേട്ടോ ഇവിടേക്ക് കയറി. ഹനുമാൻ ഓരോന്ന് എന്ത് ചെയ്തു? ഇതിൽ കുറിച്ച് വെച്ചു. തൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചു. എന്താ കാരണം? എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി വരില്ല ആവശ്യം, അങ്ങനെയൊക്കെ കണക്കാക്കി വെച്ച് അവിടുന്ന് പോന്നു. ഓരോ ദിക്കിലും കോട്ടകളും കൊത്തളങ്ങളും അതിന് കാവൽക്കാരും ഒക്കെ ആയിട്ട് വലിയ വലിയ മാളികകൾ, കെട്ടിടങ്ങൾ. അമ്പോ കേമം തന്നെ. അപ്പോഴേക്ക് രാത്രിയായി. സന്ധ്യകല്ലേ വന്നത്, അസ്തമിച്ചപ്പോഴാണ് വന്നത്. പിന്നെ അസ്തമിച്ചിറങ്ങിയാൽ പിന്നെ ഇങ്ങനെ ഇരുട്ടാവാൻ സമയം വേഗമാകുമല്ലോ. അങ്ങനെ അസ്തമിച്ചു തുടങ്ങി. നടന്ന് എല്ലാ ദിക്കിലും നടന്നു. എവിടെയപ്പം നോക്കുക, ആരെയപ്പം അന്വേഷിക്കുക, എങ്ങനെയാ അന്വേഷിക്കുക? എന്താ ഒരു രൂപം കിട്ടണില്ലല്ലോ, എവിടെ ഒരു രൂപം കിട്ടണില്ലല്ലോ, സീത എവിടെയും കാണാനും ഇല്ലല്ലോ. രാത്രിയാവുകയും ചെയ്തു, പരിചയക്കുറവുണ്ട്, സ്ഥലവും പരിചയില്ല. എന്തു പരിചയില്ല? വെളിച്ചക്കുറവോ പല ജാതി ഉണ്ടാവുമല്ലോ. നമുക്കൊരു ഒരു അന്യദേശത്ത് രാത്രി ചെന്ന ഒരാളെ അറിയാം, അതും കാണാത്ത ഒരാളെ, പരിചയമില്ലാത്തൊരു ദേശത്ത്, ഒരു പരിചയമില്ലാത്ത ഒരാളെ, ഒരു രൂപമില്ലാത്ത നാട്ടിൽ നല്ല ഇരുട്ടത്ത് അന്വേഷിക്കുന്നത് എങ്ങനെ ഉണ്ടാവും? ഇരുട്ടുള്ള മുറിയിലെ കറുത്ത പൂച്ചേ തെരയെന്ന് കേട്ടിട്ടില്ലേ? എന്ന വട്ടല്ലേ ഇത്? ഒരു രൂപമില്ലായണ്ടേ. പക്ഷെ ഹനുമാനെ പോലെ യോഗ്യന്മാരെ ഏത് കറുത്ത പൂച്ച ഏത് ഇരുട്ടുള്ള മുറിയിൽ നിന്നും
പിടിക്കൂട്ടോ. അതല്ലേ ഉണ്ടായത്. തത് പ്രവിശ്യ ഹരിശ്രേഷ്ഠ പുരീം രാവണപാലിതാം. നോക്കൂ, ആ രാവണപാലിതാം പുരീം, രാവണൻ്റെ ആ പുരിയിലേക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെന്നു. ഓരോ ദിക്കിലും ചെന്നിട്ട് അന്വേഷിച്ചു നോക്കി, കാണാനില്ല. ഒരിക്കലും സീതയെ കണ്ടില്ലേ, എവിടേക്കാന്ന് നോക്കിയിട്ട് അങ്ങനെ പോന്ന് തതസ്തു താം പുരീം ലങ്കാം. നീ ലങ്ക എന്ന് പറഞ്ഞ രാവണൻ്റെ കൊട്ടാരല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഈ കുട്ടിക്കൊരങ്ങനായതുകൊണ്ട് ജനാലയുടെ അഴിയുന്നൊരു പ്രശ്നം. മറ്റേതാവുമ്പോൾ താക്കോലെ പൂട്ട് ഇതൊക്കെ വേണം. ഇതാവുമ്പം അത് ഈ ഹനുമാനെ കുറിച്ച് ഒരു കാര്യം മനസ്സിലായില്ലേ. ഹനുമാന് ശരീരം ചെറുതാക്കാനും പറ്റണ്ട, വലുതാക്കാനും പറ്റണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞതെന്നറിയൂ? ഈ ശരീരം ചെറുതാക്കാനും വലുതാക്കാനും ആർക്കേ പറ്റുള്ളൂ എന്നറിയൂ? നല്ല യോഗസിദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. അഷ്ടൈശ്വര്യ സിദ്ധി, അണിമ, ലഖിമ, ഗരിമ, മഹിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാമ്യം എന്നൊക്കെ പറഞ്ഞ ഈ സിദ്ധികളുണ്ട്. ഈ സിദ്ധിയുള്ളവർക്കാണ് അണിമ ചെറുതാക്കല്, മഹിമ വലുതാക്കല്, ഗരിമ ഭാരം കൂട്ടല്, ലഖിമ ഭാരം കുറയ്ക്കല്. ഇതൊക്കെ യോഗീശ്വരന്മാർക്ക് പറ്റും, നമുക്കൊന്നും പറ്റില്ല. എന്താ കാരണം? ചെറുതാക്കാനും വലുതാക്കാനും. നമ്മളിതൊന്നും ചെറുതാക്കി കിട്ടാൻ എത്ര കാലമായി റോഡമർത്തണം. രാവിലെ 5 മണിക്ക് എണീറ്റ് പല്ല് വയ്ക്കാണ്ട് ട്രൗസർ ഇട്ട് ഇറങ്ങും. എന്തിന്? റോഡമർത്താൻ. റോഡമരുക എന്നല്ലാതെ നമ്മളിപ്പോഴും പച്ചവെള്ളം കുടിച്ചാൽ വീർത്ത് ഭരണി പോലെയാവും ചെയ്തു. ശരിയല്ലേ? എന്താ കാരണം? എന്താ നേരെ പോക്ക് പറഞ്ഞതല്ലേ. അത്ര ഇന്ന് മെലിഞ്ഞ ഈർക്കലിൻ്റെ മുകളിൽ ശീല ചുറ്റിയ മാതിരിയായിരുന്നു. അന്ന് വലുതാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പൊടിയും വാങ്ങി കൊണ്ടുവന്ന് കലക്കി ബക്കറ്റിൽ ഇങ്ങനെ കുടിക്കണേ. കുറെ കുടിച്ചു എന്താ ഉണ്ടായത്? ഒന്നും പറയണ്ട. ബാങ്കിൽ ഇങ്ങനെ കൂടി വരികയാണ്, ലോണല്ലേ. അതിങ്ങനെ അവിടെ പിന്നെ എടുത്താൽ ആ ഓട്ട വലുതായി വരും. എത്ര അടച്ചാലും അടയുമില്ല ആ ഓട്ട, കണ്ടിട്ടില്ലേ? അങ്ങനെ ഇപ്പോൾ കൊല്ലം 2 കഴിഞ്ഞു. ഇപ്പം അന്നെടുത്ത് നമ്മൾ 2 ലക്ഷം ആയിരുന്നു, ഇപ്പോൾ 6 ലക്ഷമായി, 12 ലക്ഷമായി. ഇപ്പം ആലോചിച്ച് വരുമ്പോൾ പണ്ട് ഈർക്കലിൻ്റെ മുകളിൽ ശീല ചുറ്റിയ മാതിരിയായിരുന്നു, അപ്പോൾ സൂചിമ്പിൽ നൂല് ചുറ്റിയ മാതിരിയായി. ഇങ്ങനെ അപ്പോൾ കണ്ടിട്ടില്ലേ? അപ്പോൾ പറഞ്ഞ് സാരൻ്റെ എന്നുള്ളതെന്ന് അറിയുമോ? നമ്മളിപ്പോൾ പരിഭ്രമിക്കൊന്നും വേണ്ട. ഈ ശരീരത്തിൽ പോലും നമുക്ക് വലിയ എന്താ മിണ്ടാനൊരു മടി, വലിയ പിടിപാടൊന്നും ഇല്ലയെന്ന് അന്യൻ്റെ അല്ല പറയുന്നത്, നമ്മുടെ തന്നെ വല്ല പിടിപാടുണ്ടോ? ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ എണ്ണീറ്റ് നോക്കൂ, ഊര പറയും എവിടേക്ക് ഇല്ല ഊര. എനിക്ക് എന്തെങ്ങനെ ഒന്ന് തലോടിയിട്ടൊന്ന് സോപ്പിടണം ആരെ. അപ്പോൾ ഊര പിന്നെ എന്നാൽ ശരി ഉണഴിക്കാനല്ല എണീക്കുക. എന്താ സമ്മതിക്കില്ല. ഇത് നമ്മളൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് എണീട്ടതാ. മുട്ടേൽ ആരോട് ചോദിച്ചിട്ട് മുട്ടേലിൻ്റെ വകാൻ. എന്താ മുട്ടേല നീ സോപ്പിട്ടപ്പോൾ ആർക്ക് ഇഷ്ടമായി? അങ്ങനെയാണേ. ഒരു ദിവസം തലേന്നാൾ പറഞ്ഞത് 8:15 നമുക്ക് പോവാട്ടോ, ഞാനും വരാട്ടോ, ഒന്നിച്ച് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞതാണേ. 8:15 ഇയാൾ വന്ന് പടിപ്പരയുടെ ഒരു വണ്ടി നിർത്തി നമ്മളെ വിളിച്ചപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടാൽ മാതിരി. എന്ത് കഴുത്തും തലയൊക്കെ ഇന്നലെ കോൺക്രീറ്റ് ഇട്ടത് ആരെയാവോ? തിരിക്കണമെങ്കിൽ വണ്ടി മുഴുവൻ തിരിക്കണം, എന്നാലേ എന്ത് തിരിയുള്ളൂ, അല്ലാതെ തിരിയണില്ല. ശരിയോ തെറ്റോ? അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും നമ്മുടെ ശരീരം പോലും ചിലപ്പോൾ നമുക്ക് വശാവില്ല. പിന്നില്ല കണ്ടവൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പം അതല്ല പറഞ്ഞത്. നോക്കൂ, ഈ യോഗീശ്വരന്മാരായ കൂട്ടരൊക്കെ അവരുടെ ശരീരമൊക്കെ ഈ വിധത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിലും മഹിമ കാണിക്കുക. അതാണ് ഈ ഹനുമാൻ സ്വാമി സാധാരണക്കാരനല്ല, കേവലം ഒരു കുട്ടിവാനരനോ വലിയ വാനരനോ കുരങ്ങനൊന്നും അല്ല കേട്ടോ. അദ്ദേഹം കുരങ്ങൻ്റെ നാട്യത്തിലൊക്കെയാണ് നടക്കണത്. പക്ഷെ മഹാവിദ്വാനാണേ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യോഗസിദ്ധി പ്രഭാവം കൊണ്ട് ശരീരത്തെ ചെറുതാക്കിയിട്ട് ആ രാവണപാലിതയായിട്ടുള്ള ലങ്കയിൽ അങ്ങനെ അന്വേഷിച്ച് നടന്നു, പല ദിക്കിലും നടന്നു. അതല്ലേ ഉണ്ടായത്? അമ്പോ. എന്നിട്ട് ലങ്കയിലേക്ക് ഇങ്ങോട്ട് കയറുമ്പം ഹനുമാൻ എന്താ ചെയ്തതെന്നറിയോ? ചിന്തിച്ചു. നിശിലങ്കാം മഹാസത്വേ വിവേശ. രാത്രിയാണ് ലങ്കയിലേക്ക് കയറിയത്. എന്നിട്ടോ പ്രവിശ്യ നഗരീം ലങ്കാം കപിരാജൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്താ ചെയ്തു? എങ്ങനെ കയറിയെന്നറിയോ? ചക്രേഥ പാദം സവ്യം ച ശത്രുവാം സതുമൂർധനി. ഇടത്തെ കാല് വെച്ചിട്ടാണ് ലങ്കയിലേക്ക് കയറിയത്. എന്താ കാരണം എന്നറിയോ? ശത്രുക്കളുടെ കുടുംബത്തേക്ക് കയറുമ്പോൾ ഇടത്തെ കാല് വെച്ച് കയറണം എന്നാണ് പ്രമാണം. ഇനി ആരെങ്കിലും നമ്മുടെ കുടുംബത്തേക്ക് വരുമ്പോൾ ഏത് കാല് വെച്ചിട്ടാണ് കയറേന്ന് നോക്കിക്കോളൂ. എന്നിട്ട് തീരുമാനിക്കുക വന്നയാൾ എന്ത് ജാതിയിൽപ്പെട്ടതാണെന്ന്. എന്ത് ശത്രുവാണോ? ഇതൊന്നും നോക്കണ്ട. നമ്മുടെ നാട്ടിൽ ഒരു വിവരം ഇല്ലാത്ത ആൾക്കാർ അവർ കാല് വെച്ചിട്ട് കയറിക്കൊള്ളണമെന്നില്ല, കയ്യും കുത്തി കയറും ചിലപ്പോൾ. അതൊന്നും നോക്കിയിട്ട് അപ്പോൾ പാവങ്ങൾക്കൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും ആവില്ല. ഇതൊക്കെ പാര് കേൾക്കണു. അപ്പോൾ കേട്ടാൽ നമ്മൾ കുറച്ച് പേർക്കല്ലേ ഇപ്പോൾ ഏത് കാലാണ് കുത്തേണ്ടത് വെക്കേണ്ടത് നോക്കി വിശ്വള്ളൂ. ശരിയല്ലേ? അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഇടത്തെ കാല് സവ്യം ചെന്താർത്ഥം ചക്രേധപാദം സവ്യം ഇടത്തേത്, ദക്ഷിണം വലത്തേത്. നമ്മളിപ്പോഴും വലത് കാൽ വെച്ച് കയറൂ എന്നല്ലേ പറയും. ഏത് കാല് വെച്ച് കയറിയാൽ സ്വഭാവത്തിലൊരു മാറ്റവും ഇല്ല. എന്നാലും നമ്മൾ ഏത് വെച്ചിട്ടാണ് കയറുക?
അതൊരു ശുഭമായ സമ്പ്രദായമാണ് വലത് കാല്. അപ്പോൾ ശത്രുവിൻ്റെ കുടുംബത്തേക്കാകുമ്പോൾ ഇടത്തെ കാല് വെച്ചിട്ട് കയറുക വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? ഇടത്തെ കാല് വെച്ച് അങ്ങോട്ട് കയറി. ഇടത്തെ കാല് വെച്ച് കയറിയിട്ട് അവിടെയൊക്കെ പല ദിക്കിലും അന്വേഷിച്ചു. ഉറപ്പുള്ള വലിയ കോട്ടകളൊക്കെയാണ്, ചാടി കിടക്കാൻ കുറഞ്ഞനായതുകൊണ്ട് നന്നായി. അങ്ങനെ പല ദിക്കിലും നടന്ന് നോക്കി ലങ്കയിൽ അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് നല്ലോണം ഇരുട്ടായി. ഇരുട്ടായപ്പോഴേക്ക് കാട്ടാളത്തികളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് രാത്രിയാണല്ലോ പരിപാടികളൊക്കെ. ഇറങ്ങി നടത്തൊക്കെ എപ്പോഴാണ്? ഈ രാക്ഷസന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നറിയോ? നക്തഞ്ചരന്മാരെന്നാ പറയുന്നത്. നക്തഞ്ചരൻ, നിശാചരന്മാര്, നക്തഞ്ചരന്മാര്, രാത്രിഞ്ചരന്മാര്, രജനീചാരികൾ എന്നൊക്കെ അവർക്ക് പേര് പറയും. എന്ന് വെച്ചാൽ അർത്ഥം ഒക്കെ രാത്രിയാണ് നടക്കാനിറങ്ങുക. രാത്രി പകലൊക്കെ കുടുംബത്തിരിക്കും, രാത്രി ആകുമ്പോൾ നടക്കാനിറങ്ങും. രാത്രി നടക്കാനിറങ്ങുക എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമൊന്നും അല്ലത്. അപ്പോൾ ഇവറ്റകളൊക്കെ എല്ലാവരും നടക്കാനിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് രാക്ഷസിമാരും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നടക്കണതൊക്കെ കണ്ടു. അപ്പോൾ ഇത് രാക്ഷസന്മാരുടെയും കൂട്ടം കണ്ടപ്പോൾ ഹനുമാൻ ചിന്തിച്ചു, ഇതിലൊന്നും സീത ഉണ്ടാവില്ല. എന്താ കാരണം? സനാതനേ വർമ്മനി സന്നിവിഷ്ടം രാമേക്ഷണ. നോക്കൂ, സനാതന ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കണവളും രാമേക്ഷണീന്താം. നോക്കൂ, രാമനെ തന്നെ ധ്യാനിക്കണവളും മദനാഭിവിഷ്ടാം ഭർത്തുർമന ശ്രീമദനുപ്രവിഷ്ടാം സ്ത്രീഭ്യോ വരാഭ്യശ്ച സദാ വിശിഷ്ടാം. ഇക്കണ്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു സമ്പ്രദായക്കാരിയെ കാണാൻ നിവൃത്തിയില്ല. ഇവരൊക്കെ ഇങ്ങനെ അടിയും പാടിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കണവരുടെ ഇടയിലൊന്നും സീതയെ കണ്ടില്ല. സീതയെ കാണാതെ എന്തുണ്ടായത്? ഹൗ എന്തല്ലേ ബഭൂവ ദുഃഖാഭിഹതശ്ചിരസ്യ. ഹനുമാൻ ഒരു വിഷമം തോന്നി, സീതയെ കണ്ടില്ല. നമ്മൾ വന്ന കാര്യം ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെ കുറേ നടന്നു പോന്നു. രാവണൻ്റെ കൊട്ടാരം കണ്ടു. രാവണൻ താമസിക്കണേ, രാവണൻ ഭാര്യയോടുകൂടി താമസിക്കണില്ലേ, അവിടേക്ക് അവപ്ലുത്യ മഹാ ഒറ്റച്ചാട്ടത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ചാടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴോ തതോന്യത് പുപ്ലുവേ വേശ്മ. ഒന്നിൻ്റെ മുകളിലേക്ക് ചാടി. പുപ്ലുവേ പറഞ്ഞാൽ കുരങ്ങന്മാർ ചാടല്ലേ, ആ ചാട്ടം ചാടി അങ്ങട് ചാടി. അവിടുന്ന് അങ്ങോട്ട് പോന്ന് വിദ്യുജ്ജുഹ്വസ്യ ഭവനം. വിദ്യുജ്ജുഹ് എന്ന് പറഞ്ഞ രാക്ഷസന്റെ കുടുംബത്തേക്ക് ചാടി. അവിടുന്ന് വജ്രദംഷ്ട്രൻ്റെയും ശുകൻ്റെയും പിന്നെ സാരണൻ്റെയും പിന്നെ അങ്ങനെ ഓരോരോ രാക്ഷസന്മാരുടെ കുടുംബത്തെ വീടുകളുടെ മുകളിലേക്ക് ചാടി പോന്ന് എവിടെ എത്തി? രാക്ഷസേന്ദ്രനിവേശനം. രാവണന്റെ നടുക്കിരിക്കണ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ നോക്കൂ, അവിടെ നോക്കുമ്പോൾ എങ്ങനെയാണെന്നറിയൂ, പല ജാതി രാക്ഷസിമാരെ കണ്ടു. ആ കോങ്കണ്ണുള്ളവർ, വികൃത കണ്ണുള്ളവർ, അജാതി നോട്ടം നോക്കണവർ, പേടിപ്പിക്കുന്ന ജാതിയൊക്കെ ഉണ്ട്. പോന്നു കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ എന്തേ കണ്ടു എന്നറിയൂ? രാക്ഷസന്റെ, അതായത് രാവണന്റെ ആ താമസിക്കുന്ന രാവണ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പം അതിൻ്റെ മുറ്റത്ത് എന്ത് കണ്ടു? മറ്റേ സാധനം നിൽക്കണു, വിമാനം. എവിടെ? ഏത് വിമാനം? ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് വിമാനം എന്നറിയോ? നോക്കൂ, എന്തൊരു ഭംഗിയത് കാണാൻ. യഥാനഗാഗ്രം ബഹുധാതു ചിത്രം യഥാനഭശ്ച ഗ്രഹചന്ദ്രചിത്രം ദദർശയുക്തീകൃതമേഘചിത്രം വിമാനരത്നം ബഹുരത്നചിത്രം. എന്തൊരു ഭംഗിയുള്ള വിമാനം! അത് കണ്ട കൗതുകം തോന്നി. ഇങ്ങനത്തെ ഇരുന്ന് മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നല്ലോണം നോക്കി നിന്നു. എന്താ അതിൻ്റെ പേര്? പുഷ്പാഹ്വയം നാമ. എന്താ പേര്? പുഷ്പാഹ്വയം നാമ വിരാജമാനം രത്നപ്രഭാഭിശ്ച വിവർദ്ധമാനം വേശ്മോത്തമാനാമപി ചോച്ചമാനം മഹാകപിസ്തത്ര മഹാവിമാനം. വലിയ ജാതി വിമാനാണ്. എന്തല്ലേ പുഷ്പം എന്ന പേര്. എന്താ പേര്? പുഷ്പവിമാനം. പുഷ്പകം എന്നും പറയും. പുഷ്പക വിമാനം. എന്ത് രത്നപ്രഭ കൊണ്ട് കേമായിട്ട്, എന്തൊരു പ്രത്യേക നിർമ്മാണമല്ലേ. ആ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയും, ഈ പുഷ്പക വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്തോ ഒരു വലിയ ഭംഗിയാണ് എന്ന് പറയണേ. പുഷ്പക വിമാനത്തിൻ്റെ മുകളിലേ നമുക്ക് സാധാരണ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു കഥയുള്ളതല്ല അത്. മുമ്പ് ഇവിടെ കണ്ടിട്ടുമില്ലേ ലോകത്തിൽ ജാതിരി സാധനെ. ആ വിമാനത്തിൽ ഇന്ന് തത്ര കിഞ്ചിൽ കൃതം നോക്കൂ പ്രയത്നം ചെയ്യാതെ നിർമ്മിച്ചതൊന്നും ആ വിമാനത്തിൽ ഇല്ല. ചന്തർത്ഥം ഉപായത്തിൽ തരാക്കിയതല്ല. നല്ലോണം ബുദ്ധിയും ശരീരം ഒക്കെ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയത്. നതത്ര കിഞ്ചിൽ മഹാർഘരത്നവൽ. വിലയില്ലാത്തൊരു സാധനം അതിലില്ല. നതേ വിശേഷ നിയതാ സുരേഷ്വപി. ദേവന്മാരുടെ കയ്യിൽ പോലും ജാതിരി സാധനം ഇല്ല. നതത്ര കിഞ്ചിന്ന മഹാവിശേഷവൽ. വിശിഷ്ടമല്ലാത്തൊരു സാധനം, നിസ്സാരമായതുപോലും അതിലില്ല. അമ്പോ, അതൊന്ന് നല്ലോണം കണ്ടു. അത് നല്ലോണം കണ്ടിട്ട് എന്തേ ചെയ്തു വെച്ചാൽ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി സകല ദിക്കിലാരും നടന്നു.
ഹനുമാൻ നടന്നു എവിടെ നടന്നിട്ടൊരു രൂപം കിട്ടിയില്ല. പിന്നെയും പല ദിക്കിലും സഞ്ചരിച്ചു. ചെന്നായയുടെ ആകൃതിയിലുള്ള ചുമരൻ്റെ ചില വാതിലുകളുണ്ട്, ചിലത് വ്യാളി പാമ്പിൻ്റെ ആകൃതിയിൽ, ചില സംഗതികൾ സ്വർണം കൊണ്ട് കെട്ടിയതുണ്ട്. അമ്പൊന്നും പറയണ്ട. പരിവൃത്തേ അർദ്ധരാത്രേത്തോ, അതാണ്ട ഇത് പരിവൃത്തേ അർദ്ധരാത്രി. ഏതാണ്ട് പാതിരാത്രിയോളം ആര് നടന്നു? പാതിരാത്രി പറഞ്ഞാൽ സന്ധ്യക്കാണ് വന്നത്. ഇപ്പം എത്ര കണ്ട് നേരമായി? 12 മണിയോളം ആയിട്ടുണ്ടാവും. ആ സമയമായപ്പോഴേക്ക് എന്താ ഉണ്ടായത്? ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ പാനനിദ്രാവശം ഗതം ക്രീഡിത്വോപരതം രാത്രൗ പ്രസുപ്തം ബലവത്തത്. അപ്പം അവിടെ ചെന്നപ്പോൾ എന്താ ഉണ്ടായിന്നറിയൂ? ഈ വെറ്റോളി കള്ളും കുടിയും മറ്റുള്ള ജാതി സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഒക്കെ കിടക്കുകയാണ്. ഈ മറ്റേ സാധനം ലോറിയിൽ നിന്നൊക്കെ വാഴക്കൊല ഇറക്കിയ മാതിരി ഉണ്ട്. ഈ തൃശ്ശിനാപ്പള്ളി കൊല അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കണു. അന്തല്ലാത്ത മറ്റേ കിടക്കൊണ്ടാണ്. നേരാമണ്ണം കിടക്കുക വെച്ചാൽ അങ്ങനെ ഒരു ആകൃതിയും പ്രകൃതിയും ഇല്ലാണ്ടേ വലിച്ചു കൂട്ടിയിട്ട മാതിരി ഓരോന്ന് അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ കള്ളും കുടിച്ച് ബോധമില്ലാതെ ഏതാണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങാടി കൂടി നടക്കും പോലെ ഉണ്ടാവും. വൈകുന്നേരം ആയാലും കണ്ടിട്ടില്ലേ? മുണ്ടുള്ളത്, മുണ്ടില്ലാത്തത്, മുണ്ട് വേണ്ട എന്നുള്ളത്, മുണ്ട് വേണമെങ്കിലാവാന്നുള്ളവർ അങ്ങനെ കണ്ടിട്ടില്ലേ? പല ജാതി ആ മട്ടിലിങ്ങനെ കിടക്കണോ? കൈ കാട്ടാടത്തിയുള്ള രാക്ഷസിമാർ അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്താ അല്ലേ അവിടെയൊക്കെ നോക്കി. അവിടെ ഒന്നും ആരെ കാണാൻ സാധ്യതയില്ല. സീതയെ കാണാനും അധികം മെനക്കെട്ടില്ല. അവിടെ നിന്ന് ഉണ്ടാവില്ലേ. കുറച്ചിങ്ങോട്ട് പോന്ന ആ രാവണൻ്റെ കിടപ്പ് മുറിയിലെത്തി. രാവണൻ്റെ കിടക്കണ മുറിയില്ലേ അവിടെ ഇനി ഉണ്ടാവുമോ നിശ്ചല്യ സംശയണ്ടേ. നോക്കിയപ്പോൾ എന്തേ കണ്ടു എന്നറിയൂ? നല്ല സുഗന്ധമൊക്കെ ഉള്ള രക്തചന്ദനമൊക്കെ പൂശിക്കേമാക്കി ഒന്നാന്തരം നല്ല പാൽനൊര പോലെയുള്ള മെത്തയും. ആ മെത്തയുടെ മുകളിലാണെങ്കിൽ ഒന്നും പറയണ്ട, ചുമന്ന മിന്നൽ പിണര് പോലെ നല്ല പട്ടൊക്കെ ചാർത്തിയിട്ട് അമ്പോ ഒന്നും പറയും എന്തല്ലേ സുഖമായിട്ട് കിടന്നുറങ്ങണു. ആര്? നമുക്ക് രാവണരാജാവ്. എങ്ങനെ അതല്ലേ? ഭാസ്വരേ ശയനേ വീരം പ്രസുപ്തം രാക്ഷസാധിപം. രാവണൻ കിടന്നുറങ്ങുക, കയ്യും കാലൊക്കെ അങ്ങനെ വലിച്ചിട്ട് കിടന്നുറങ്ങണ്ടേ. നോക്കി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി. അവിടെ ഒന്നും കണ്ടില്ല. അവിടെ മിന്നൽക്കൊടി പോലെ ഒരു സുന്ദരിയെ വേറെ കണ്ടു. അപ്പം നോക്കിയപ്പം ഏതോ ഒരു കണ്ടാൽ അങ്ങനെയൊക്കെ കാട്ടാളത്തിയുടെ സമ്പ്രദായം ഛായയില്ല. സീതയാവുമോ? സീതയാവാൻ വഴിയില്ല. കിടക്കണോളുടെ മുഖമൊക്കെ നല്ല പ്രസന്നമായ മുഖമാണ്, സുഖമായിട്ട് ഉറങ്ങണമുണ്ട്. അപ്പം അതെന്തെങ്കിലും സീതയാവില്ല. എന്താ കാരണം? സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പം സീതയാവാൻ ഒരു വഴിയില്ല. എന്താ കാരണം? രാമനെ പിരിഞ്ഞിരിക്കുന്ന സീതയ്ക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ നല്ല പട്ടും വളയും മാലയും ഒന്നും ചാർത്തി ആരും ഇരിക്കൂല്ല. സീത ഇരിക്കുക. അപ്പം അതുകൊണ്ടത് സീതയാവാൻ വഴിയില്ല. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് സീതയല്ല, ഉറപ്പിച്ചു. പിന്നെ ആരായിരിക്കും കണ്ടത്? മണ്ഡോദരിയാണ് കണ്ടത്. അവിടുന്ന് വീണ്ടും ഇറങ്ങി നടന്നപ്പോൾ അവിടെയില്ല. എന്താപ്പ ചെയ്യുക? അമ്പോ ഈ കിടക്കണ സ്ത്രീയുടെ സ്വരൂപം പറയും ഗൗരിയും കനകവർണ്ണാങ്കിയും. ഏതാണ്ട് ഈ മണ്ഡോദരിയെ വർണ്ണിക്കുന്നതൊക്കെ ആരെ പോലെയെന്നറിയൂ? സീതയുടെയൊക്കെ ഒരു പ്രകൃതി പോലെ തന്നെ ആർക്കുണ്ട്. മണ്ഡോദരിക്ക് എന്താ അല്ലേ നല്ല സുന്ദരിയായിട്ട് അല്ലേ നല്ല മട്ടുമാതിരിയായിട്ട് കിടന്നുറങ്ങണേ മണ്ഡോദരിയെ കണ്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ കണ്ടതൊക്കെ എന്താണെന്ന് പറയും? പാനഭൂമി. പാനഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവണൻ്റെ കൊട്ടാരത്തിലെ കള്ള് ഷാപ്പുകളാണ്. കള്ള് ഷാപ്പ് പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ബാറുകൾ എന്ത് കള്ള് കുടിച്ച് വീണ് കിടക്കുന്ന സ്ഥലമല്ലേ? അതന്നെ. എന്തല്ലേ അവിടേക്ക് ഈ രാക്ഷസിമാർ കള്ളൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീണ് കിടക്കണോ? നല്ലോണം രാക്ഷസന്മാരുണ്ട്. ഈ പാനഭൂമി ഇതൊന്നും അയോധ്യ നമ്മൾ വർണ്ണിച്ച് കേട്ടപ്പോൾ എന്ത് കേട്ടിട്ടില്ലേ? ഈ സാധനം കണ്ടിട്ടില്ല. ഇവിടെ ഇതുണ്ട്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഈ കണ്ട സ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങി കിടക്കണേ അങ്ങനെ സകല കാട്ടാളത്തിമാരും അങ്ങ് തലയും കാലും എവിടെ നിശ്ചയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ജാതി മട്ടിൽ കിടന്ന് കള്ളു കുടിച്ചിട്ട് ബോധമില്ലാത്തവരാണ്. അപ്പം ഇവിടെയൊക്കെ നോക്കി വന്നപ്പം ഈ കാട്ടാളത്തിമാരെ അങ്ങനെ നോക്കിയത് ഹനുമാന് തോന്നി മോശയില്ലേന്ന്. എന്ത് പരസ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഇപ്പം എന്ത് ചെയ്തു? ഈ സ്ത്രീകളൊക്കെ നോക്കിയില്ലേ താൻ? ഹനുമാൻ എങ്ങനെ സംശയം വന്നു? അയ്യേ കാമം ദൃഷ്ട മയാ സർവ വിശ്വസ്ത രാവണ സ്ത്രീയ. രാവണൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയല്ലോ. അയ്യയ്യേ അങ്ങനെ പാടില്ലാത്തതായിരുന്നു. ആർക്കൊരു വിഷമം തോന്നി? ഒരു അന്തസ്സുള്ളവനാണ് ആര്? ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പം ഹനുമാൻ വീണ്ടും അല്ല ഇപ്പം താൻ ഇവരെ നോക്കിയത് ഇവരെ നോക്കാനായിട്ടല്ലല്ലോ താൻ ഇങ്ങോട്ട് വന്നത്. ഈ കാട്ടാളത്തികളൊക്കെ ഒന്ന് കാണണം വെച്ചിട്ടല്ലല്ലോ വന്നത്. താൻ എന്തിനാ വന്നത്? സീതയെ അന്വേഷിച്ചതാ വന്നത്. അപ്പോൾ സീതയെ അന്വേഷിച്ച് വരുമ്പം ഈ സ്ത്രീകളുടെ ഇടയിലല്ലാതെ കണ്ട് പിന്നെ എവിടെ അന്വേഷിക്കുക? മാൻകുട്ടിയെ അന്വേഷിക്കുന്നത് മാനോളുടെ ഇടയിലല്ലേ, നമ്മൾ അല്ലാതെ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ കിട്ടുമോ? അതുകൊണ്ടല്ലേ ഞാൻ നോക്കിയത്. പക്ഷേ ഇവരിങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇവരൊക്കെ കണ്ടിട്ടും എൻ്റെ ഉള്ളിൽ ചിത്തവിക്രിയ എന്താ എനിക്കൊരു ചിത്തവിക്രിയ ഉണ്ടായില്ല. ഒരു മനസ്സിലൊരു വികാര വൈവശ്യം ഉണ്ടായില്ല. അതുകൊണ്ടൊരു കുഴപ്പവും
ഇല്ല എന്ന് ആരെങ്കിലും കാണുമ്പോൾ ഒരു വൈകാരിക വിഷമം ഉണ്ടാവുക വെച്ചാൽ തിരക്കടില്ല. അതൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഹനുമാൻ കുറേ നടന്നു, ആരെയും കണ്ടില്ല. പാതിര വെളിച്ചാവുകയായി, എന്നിട്ടും ഒരാളെയും കാണാനില്ല. സീതയെ ഒട്ടുമില്ല. അങ്ങനെ എന്തല്ലേ, സീത എവിടെയിരിക്കും? മുമ്പ് കണ്ട ഒരാളാണെങ്കിൽ എളുപ്പമുണ്ട് കാണാൻ, ഇതതും ഇല്ല. അന്വേഷിച്ച് നടന്നു. അവസാനം മടുപ്പ് തോന്നി, വെറുതെ ആയി എന്ന്. എന്തായി വന്നത്? വെറുതെ ആയി ചാടിക്കതച്ച് പോകുന്നത്. എന്ത് പറയും? തിരിച്ചു ചെന്നിട്ട് ഒരു 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 മ്ലാനത വന്നു ഹനുമാനെ. ഒടുക്കം മ്ലാനത വന്നപ്പോൾ ഹനുമാൻ സ്വയമേവ തന്നോട് തന്നെ പറഞ്ഞു, എന്താ അത്? നമ്മളിങ്ങനെ പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ മയങ്ങി പോവുക വേണ്ടത്, അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തുന്നിടത്തോളം കഠിനമായിട്ട് പ്രയത്നിക്കുകയാണോ വേണ്ടത്? അതുകൊണ്ട് എന്തേ വേണ്ടി ഏതിന് പുറപ്പെടുമ്പോൾ ഇങ്ങനെ ചില നിരാശയൊക്കെ നമ്മൾക്ക് വരും. ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടില്ലേ, മതിയായി മടുത്തു എന്നൊക്കെ തോന്നും. പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മളെ തന്നെ ഉണർത്തിക്കൊണ്ടുവരണം. അതിൻ്റെ പേരാണ് അനിർവേദ ശ്രീയോ മൂലം. അതാണ് അനിർവേദം. നിർവേദം എന്ന് പറഞ്ഞ അർത്ഥം മടുപ്പ്. മടുപ്പില്ലായാണ് എല്ലാ ഐശ്വര്യത്തിൻ്റെയും നന്മ. അതുകൊണ്ട് നമ്മൾ മടുപ്പില്ലാതെ പണിയെടുക്കുക വേണ്ടത്. കുറെ നടന്നു കൊടുക്കുക. നമ്മുടെ ഈ ഹനുമാൻ പറയുകയും ചെയ്തു, ഈ ലങ്കയിൽ ഇനി ചതുരങ്കുല മാത്രോപി നാവകാശ സവിദ്യത. ഒരു 4 വിരൽ പഴുത് ഇനിയിപ്പം ഞാൻ സീതയെ നോക്കാനില്ല. 4 വിരൽ ചേർത്തുന്ന ഈ ആശാരിമാരൊക്കെ കണക്ക് പറയുമ്പം 3 കോലും 4 വിരലും. 3 കോല് എന്തിൻ്റെ കോല്? ഇതിൻ്റെ വിരൽ. നമ്മുടെ വിരലൊന്നും അല്ലാതെ ഒരു വിരല പറഞ്ഞാൽ ഏതാണ്ട് 3 സെൻറ്റിമീറ്ററോളമുള്ള അളവിൻ്റെ പേരാണ് എന്ത്? വിരൽ കണക്ക്. അങ്കുലം എന്നാണ് പറയുക. ദ്വങ്കുലം ത്രിങ്കുലം എന്നൊക്കെ പറയും. 3 വിരൽ 4 വിരൽ എന്നൊക്കെ പറയും. കോലിന് എന്താ പറയും? ദണ്ഡം എന്നാ പറയുക. 72 സെൻറ്റിമീറ്ററാണ് ഒരു കോല്. ഇതൊക്കെയാണ് കണക്ക്, ഇന്നത്തെ കണക്ക്. അപ്പം ഇവിടെ ഈ ഹനുമാൻ ചിന്തിച്ചു, ഈ സകാല ദിക്കിലും തെരഞ്ഞു ചതുരങ്കുല മാത്രോപി. ഇനി ഒരു 4 വിരൽ പഴുത് ഞാൻ ആരെ അന്വേഷിക്കാനില്ല. ലങ്കയെ അത്രയ്ക്ക് പോലും പഴുത് സീതയെ അന്വേഷിക്കാത്തത് ഇല്ല. എല്ലാ ദിക്കിലും തൊഴുത്, എല്ലാ ദിക്കിലും. ഒരു ദിക്കിലും ആരെ കിട്ടിയില്ല? സീതയെ കിട്ടിയില്ല. ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു, എവിടേക്കാണാവോ പോയി? എന്താ ഒരു രൂപം കിട്ടണില്ലല്ലോ, ഒരു വിവരം കിട്ടിയില്ലേ? എങ്ങടാവോ? ഇവിടെ ഒന്നും കാണാനില്ല. വിനഷ്ടാവാ പ്രണഷ്ടാവാ മൃതാവാ ജനകാത്മജ. ആര് തീരുമാനിച്ചു? വിനഷ്ടാവാ അല്ലേ, മരിച്ചു പോയോ ആവോ. പ്രണഷ്ടാവാ, മറ്റുള്ള കൊന്നു ആവോ. മൃതാവാ, അല്ലെങ്കിൽ ദുഃഖിച്ച് മരിച്ചു ആവോ. ജനകാത്മജ, ഒന്നും പറയാൻ വയ്യേ. രാമസ്യ പ്രിയ ഭാര്യസ്യ ന നിവേദയിതും ക്ഷമം. ഇതൊക്കെ പോയി രാമനോട് പറയാൻ പറ്റുമോ? സീത മരിച്ചു പോയി, സീതയെ കൊന്നുപോയി സീത അല്ലേ, എന്നൊക്കെ പറയാൻ പറ്റും? എന്തല്ലേ നിവേദ്യമാനേ ദോഷ. അത് പോയി പറഞ്ഞാൽ രാമൻ മരിക്കും, രാമൻ മരിച്ചാൽ ലക്ഷ്മണൻ മരിക്കും, ലക്ഷ്മണൻ മരിച്ചാൽ ഭരതൻ മരിക്കും, ഭരതൻ മരിച്ചാൽ എല്ലാവരും മരിക്കും. അമ്പോ ഇതൊന്നും സഹിക്കണ കാര്യമല്ലേ. അതുകൊണ്ട് സീതയെ കാണാണ്ട് പോവില്ല. ആര് തീരുമാനിച്ചു? ഹനുമാൻ വീണ്ടും. ഇടയ്ക്ക് ഹനുമാന്റെ മനസ്സിങ്ങനെ ക്ഷീണിക്കുമ്പം എന്താ ചെയ്യണത്? വീണ്ടും അതിനെ ഉണർത്തിക്കൊണ്ടുവരണ്ടേ. അതാണ് തന്നെ വീണ്ടും ഉണർത്തിക്കൊണ്ടുവരണം. വീണ്ടും നടന്ന് ഈ സമുദ്രം ചാടിയതൊക്കെ വെറുതെ ആവും. അവന് ജനകരാജാവിൻ്റെ പുത്രി കട്ടിപ്പോയിട്ട് രാവണൻ്റെ കൊട്ടാരത്തിൽ മരിച്ചുപോയി എന്നുള്ള വാർത്ത എനിക്ക് പറയാനൊരിട ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞ് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ സീതയെ കാണാണ്ട വന്നപ്പോൾ ദേഷ്യം വന്നു ആർക്ക്? ഹനുമാൻ. അങ്ങനെ സീത ഇനി കാണാണ്ട വന്നാൽ, ഇവിടെ സീത ഇല്ല, സീത മരിച്ചു എന്നെങ്ങാനും കേട്ടാൽ, രാവണം വധിഷ്യാമി ദശഗ്രീവം മഹാബലം. രാവണനെ കൊന്ന് കടലിൽ കയ്യും കഴുകിയിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെയുണ്ടോ എൻ്റെ അടുത്ത കളി? ദേഷ്യം വന്നവർക്ക് സീതയോടുള്ള. അപ്പോൾ ഒക്കെ കണ്ടു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ്, എല്ലാ ദിക്കിലും തിരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് ചിന്തിച്ചു, അശോകവനിക ഇവിടെ നോക്കിയിട്ടില്ലല്ലോ. എവിടെ? അവിടെ പിന്നെ നോക്കണ്ട, അത് പാർക്കല്ലേ. പാർക്കിലൊക്കെ ഈ രാത്രി സമയത്ത് ആരെങ്കിലും ഉണ്ടാവൂ? വൈകുന്നേരം ആകുമ്പോഴല്ലേ ആൾക്കാരുണ്ടാവുള്ളൂ. അവിടെ നോക്കിയിരുന്നില്ല. കൊട്ടാരം കെട്ട് എല്ലാ ദിക്കിലും നോക്കി. അശോകവനിക ജയന്ദ്രിശ്യതേയാ മഹാദ്രിമ. നിറയെ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഉള്ള അവിടേക്ക് ഒന്ന് കയറി നോക്കാം. അവിടെ ആവും ഉണ്ടാവുക എന്ന് തോന്നണു. എന്ത് ചെയ്തു? അങ്ങോട്ട് പോവാൻ പുറപ്പെട്ട സമയത്ത് ഇവിടെ എങ്കിലും ആരെ കാണണേ? ആരെ? സീതയെ കാണണേന്ന് നിരീക്ഷിച്ച് നല്ലോണം ഒന്ന് തൊഴുതു. ആരെ തൊഴുതു? നമോസ്തു നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യ. ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും നമസ്കാരം. സകല ലോകർക്കും, രുദ്രനും ഇന്ദ്രനും വരുണനും എല്ലാ ദേവന്മാർക്കും സകലർക്കും എന്താ നമസ്കാരം എന്ന് തൊഴുതിട്ട് അവിടെയും കൂടി ഒന്ന് നോക്കുക.
എന്തായാലും അവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും തിരിച്ചു. വീണ്ടും അശോകവനികയിലേക്ക് കയറി നോക്കി. അശോകവനികയിലേക്ക് കയറി നോക്കിയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനൊന്നുമില്ല. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ ഉണ്ടായത്, പല ദിക്കിലും നോക്കി 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 ചില സംഗതികളൊക്കെ കണ്ടു. പൂക്കൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില അടയാളങ്ങൾ കണ്ടപ്പോഴേ വീണ്ടും ഒന്ന് സൂക്ഷ്മം പരിശോധിച്ചു. കണ്ടില്ലേ, അതിന് വലിയൊരു പാർക്കല്ലേ, എവിടെ കാണാൻ. അപ്പം അവിടെ ഒരു ചെറിയ അരുവി അതുവഴി ഇങ്ങനെ പോണത് കണ്ടു. വെള്ളം ഒഴുകി